നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പിൽ പലപ്പോഴും നമ്മൾ ഓരോ സെറ്റിങ്സും ചെക്കപ്പ് ചെയ്യാറുണ്ട്. കാരണം നിങ്ങൾ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയാനുള്ള നോട്ടിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ്, അതുപോലെ തന്നെ പാസ്കി പുതിയ ഫീച്ചറാണ്. പാസ്കി എന്നുള്ളൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. അതുപോലെ പുതിയ ഫീച്ചറാണ് ആഡ് ഇമെയിൽ. ഇങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ നമ്മുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ സെക്യൂരിറ്റി സെറ്റിങ്സും കൂടി വാട്സപ്പിനകത്ത് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വാട്സപ്പ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ ഏതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഫീച്ചറൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ വാട്സപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ആരെയും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും. ഏതാണ് ഫീച്ചർ നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇറങ്ങുന്ന ചില വാട്സപ്പിനൊക്കെ മുകളിൽ വലതു ഭാഗത്ത് പ്രൊഫൈലിൻ്റെ ചിഹ്നം കാണും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഗ്രീൻ മാർക്കിൽ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഇത് വാട്സപ്പിൽ അടുത്ത കാലത്തായിട്ട് വന്നൊരു ഫീച്ചറാണ്. പല ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് എന്താണെന്ന് പല സുഹൃത്തുക്കൾക്ക് അറിയില്ല. വേണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ പല ആളുകളും അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചറും ഇതിനകത്ത് ലഭ്യമാണ്. ഒന്നാമത്തെ കോൺടാക്റ്റ് ചെയ്യൂ എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫീച്ചറുണ്ട്. ഗ്രൂപ്പ്സ് എന്നുള്ള ഭാഗത്താണ് ഈ ഇതെല്ലാം നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലുള്ള ഫീച്ചറാണ്. ഈ ഭാഗത്തെത്തിയാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആരൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ എവരിവൺ എന്നാണെങ്കിൽ നിങ്ങൾ അറിയാത്ത വ്യക്തികൾക്കൊക്കെ നിങ്ങൾ ഓരോ ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ മൈ കോൺടാക്റ്റ് നടത്ത് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ മൈ കോൺടാക്റ്റ് നടത്താണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഓരോ വ്യക്തികൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സൈലൻറ്റ് അൺനോ കോളർ എന്നുള്ള ഓപ്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അൺനോ കോളർ എന്നുള്ള ഭാഗം ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളറിയാത്ത നിങ്ങളുടെ കോൺടാക്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ശല്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈലൻറ്റ് അൺനോ കോളേഴ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ആ വ്യക്തി കോൾ ചെയ്യുമ്പം സൈലൻറ്റ് മോഡിലേക്ക് മാറും. അതായത് അയാളുടെ കോൾ റിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് കോൺടാക്ട്സ്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്ര കോൺടാക്റ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ എന്നുള്ളതാണ്. ഇത് ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മൾ ആർക്കൊക്കെ പങ്കുവെക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ പ്രൊഫൈൽ ഫോട്ടോ എവരിവൺ എന്നാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ മൈ കോൺടാക്റ്റ് എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റുള്ള വ്യക്തികൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നോബഡി എന്നാണെങ്കിൽ ആർക്കും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കൊക്കെ ഈ ഫീച്ചർ വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ, ഇവിടെ എവരിവൺ എന്നാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ ലാസ്റ്റ് സീൻ, നിങ്ങൾ വാട്സപ്പിൽ അവസാനമായി വന്നു പോയ സമയം കാണാൻ സാധിക്കും. ഇവിടെ നോബഡി എന്നാണെങ്കിൽ വാട്സപ്പിലെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കില്ല. ഇവിടെ മൈ കോൺടാക്റ്റ് നിർത്തി വെച്ചാൽ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളെ ലാസ്റ്റ് സീൻ, നിങ്ങൾ എപ്പോഴാണ് അവസാനമായി വാട്സപ്പ് ഉപയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഓൺലൈനാണ്. ഓൺലൈൻ എവരിവൺ എന്നാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവരിവൺ എന്നാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഓൺലൈൻ വരുന്ന സമയത്ത് അവർക്കൊക്കെ ആർക്കും നിങ്ങൾ ഓൺലൈനുണ്ടെന്ന് അവിടെ ഓൺലൈൻ എന്ന് എഴുതി കാണിക്കും. എന്നാൽ സെയിം ആസ് ലാസ്റ്റ് സീനടുത്തും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓൺലൈൻ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ മൈ കോൺടാക്റ്റിൽ വെച്ച് സെയിം ആസ് ലാസ്റ്റ് സീൻ വെച്ചാണെങ്കിൽ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം തന്നെ ഓൺലൈനിൽ കാണാൻ സാധിക്കും, മറ്റാരും കാണാൻ സാധിക്കില്ല. എവരിവൺ എന്നാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും തന്നെ ഓൺലൈനിൽ കാണാൻ സാധിക്കും. നോബഡി എന്ന് ഇവിടെയും കൊടുത്തു. ഇവിടെ സെയിം ആസ് ലാസ്റ്റ് സീൻ എന്നാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഓൺലൈനിൽ കാണുന്നത് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഓൺലൈനിൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഫീച്ചർ പ്രത്യേകം ശരിയാക്കി വെക്കുക. അതുപോലെ തന്നെ റീഡ് റെസിപ്റ്റ്സ്, ഡബിൾ ടിക്ക് വരുന്നത്, ബ്ലൂ ടിക്ക് വരുന്നതൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ എവിടെയാണ് ബ്ലൂ ടിക്ക് വരുന്നത് ഓഫ് ചെയ്ത് വെക്കാറ്? ഈ ഭാഗം റീഡ് റെസിപ്റ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സുഹൃത്തിന് മെസ്സേജ് അയച്ചാൽ ബ്ലൂ ടിക്ക് കാണിക്കില്ല. അവർക്ക് നിങ്ങൾ വായിച്ചോ എന്നറിയാൻ സാധിക്കില്ല. ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ, ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ഇത് പഴയതുപോലെ വാട്സപ്പിൽ നിങ്ങൾ ആർക്കൊക്കെ മെസ്സേജ് അയച്ചോ അവർക്കൊക്കെ കാണാനും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അത് നിങ്ങൾ കണ്ടു എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി ഓർ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് മെസ്സേജ് ടൈം, അതായത് നമുക്ക് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ചെയ്ത് വെക്കാനുള്ള സൗകര്യമാണ്. മെസ്സേജ് ചാറ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം. അതുപോലെ തന്നെ അടുത്ത് എൻഡ് ടു എൻക്രിപ്റ്റഡ് ആണ്. ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തതാണ്. അതുപോലെ തന്നെ അവസാനത്ത് പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒന്നാമത്തെ ഫിംഗർ ലോക്ക്,
നമ്മുടെ വാട്സപ്പിൽ ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫിംഗർ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിംഗർ ലോക്ക് കിട്ടിയാൽ മാത്രമേ ആർക്കും നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തത് കാരണം ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്സപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രൈവസി സെറ്റിങ്സ് ആണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.